സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോസ്കോപ്പ് വഴി കണ്ട ഒരു ഒബ്സർവേഷൻ ആണ് ഒനിയൻ സെൽസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ഒനിയൻ സെൽസിനെ നമുക്ക് ആ ഒരു ബ്ലോക്ക് പോലെ ഇരിക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് മൈക്രോസ്കോപ്പ് വഴി നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ എന്താണ് നമുക്ക് ഇനി സെൽ എന്ന് നോക്കാം. സോ ഒനിയൻ സെല്ലിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു സെൽ എന്താണെന്ന് നോക്കാം. ദ സെൽസ് ആർ ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അത് പറയാനായിട്ട് കാരണം സെൽ കൊണ്ടാണ് നമ്മുടെ ഒരു ഫുൾ ബോഡി സ്ട്രക്ചറും ഉണ്ടാക്കിയിരിക്കുന്നത്. സെൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ഫുൾ ഹ്യൂമൻ ബോഡി സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ കുറേ സെൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞു അടുക്കി ഇരിക്കുന്നത്. സോ അതേപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡീസിൽ ബ്ലഡ് സെൽസ് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള നെർവ് സെൽസ്, അങ്ങനെ പല തരത്തിലുള്ള സെൽസ് ഉണ്ട്. സോ ഈ സെൽസ് എല്ലാം തന്നെ കൂടിച്ചേരും. അങ്ങനെ ഈ ഒരു സെൽസ് എല്ലാം തന്നെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ടിഷ്യൂസ് ഉണ്ടാകും. സോ സെൽസ് എല്ലാം തന്നെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് ടിഷ്യൂസ്. സോ അതാണ് നമ്മുടെ അടുത്ത പാഠത്തിൽ പഠിക്കാനുള്ളത്. ടിഷ്യൂസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് സെൽസിനെ കുറിച്ചാണ്. സോ സെൽസ് എല്ലാം തന്നെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ടിഷ്യൂസ് ഉണ്ടാകും. ടിഷ്യൂസ് എല്ലാം തന്നെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഓർഗൻസ് ഉണ്ടാകും. ഓർഗൻസ് എല്ലാം തന്നെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഓർഗൻ സിസ്റ്റം ഉണ്ടാകും. ഈ ഒരു ഓർഗൻ സിസ്റ്റം എല്ലാം തന്നെ കൂടിച്ചേർന്ന് കഴിഞ്ഞാലാണ് നമ്മുടെ ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ടാണ് സെൽ ആണ് ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു ഹൗസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കൂളോ എന്തെങ്കിലും ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രിക്ക്. സോ ചെറിയൊരു ബ്രിക്ക് ആണ് അതിന്റെ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. സോ ഒരു ബ്രിക്ക് അടുക്കി വലിയൊരു വീട് കെട്ടുന്നത് പോലെയാണ് നമ്മുടെ സെൽ അടുക്കി ടിഷ്യൂ ഉണ്ടാകുന്നതും, ടിഷ്യൂ അടുക്കി ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നതും, അങ്ങനെ അതിൽ നിന്നും ഓർഗൻ ഉണ്ടാകുന്നതും, അതിൽ നിന്ന് ഫുൾ ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്.